സോദി സോഫയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് കേട്ട് നന്ദ ഇനി രക്ഷയില്ല എന്ന് സ്വയം പറഞ്ഞ് സോദിക്ക് ഒരു അവിഞ്ഞ ചിരി ചിരിച്ചു കൊടുത്ത് ആയിക്കോട്ടെ എന്നാ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നാൽ ഞാൻ പല്ല് തേച്ച് കുളിച്ചു വരാം. ഓക്കെ, നന്ദ മറുപടിയും കൊടുത്തു. സോദി എപ്പോഴത്തെയും പോലെ ഫോണിൽ കളിക്കാൻ തുടങ്ങി. നന്ദ ഇനി എന്ത് ചെയ്യും എന്ന് ആത്മഗതിച്ച് റൂമിൽ പോയി ടവലും ഡ്രസ്സും എടുത്ത് എന്തെല്ലാമോ ആലോചിച്ച് ബാത്റൂമിൽ കയറി. എന്തായി, അവൾ പോയോ? പെട്ടെന്ന് നന്ദയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ദേവ് ചോദിച്ചു. ദേവിനെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് നന്ദ ആർക്കാൻ നിന്നതും ദേവ് വേഗം അവളുടെ വായ പൊത്തിപ്പിടിച്ച് മറുകൈയാൽ ഡോർ ലോക്ക് ചെയ്തു. അവളെയും വലിച്ചു പുറകിലേക്ക് നീങ്ങിയതും അവൻ്റെ കൈ തട്ടി ഷവർ ഓണായി. നന്ദയുടെ കൺപീലികൾ ഷവറിൽ നിന്നും വീണ വെള്ളത്തിൽ കുതിർന്ന് മനോഹരമായി കാണപ്പെട്ടു. ദേവിന് അവനെ തന്നെ എന്തോ ലോകത്ത് എത്തിക്കും പോലെ തോന്നി. തൻ്റെ ഹൃദയത്തെ പ്രണയാർത്ഥമായി കൊത്തിവലിക്കും പോലെ തോന്നി. അയ്യേ, താൻ ഇതെന്താ കാണിച്ചേ? നന്ദ ദേവിൻ്റെ കൈ തട്ടി മാറ്റി പറഞ്ഞു. നീ കുളിക്കാൻ വന്നതല്ലേ, ഞാൻ അതിനൊന്ന് സഹായിച്ചതാ. ഇനി ഇതാ ആ സോപ്പ്. ദേവ് സ്വബോധത്തിൽ വന്ന് ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? പിന്നെ ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ? അവള് പോയെന്ന്. ദേവ് ഗൗരവത്തിൽ പറഞ്ഞു. ഇല്ല, ഹാളിൽ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഓ, ഇനി എന്താ ചെയ്യുക? എനിക്ക് എങ്ങനെ അറിയാനാ? ഇതൊക്കെ ആദ്യമേ ഓർക്കേണ്ടതായിരുന്നു. എൻ്റെ ടെൻഷൻ ഞാൻ പെട്ടല്ലോ എന്നാണ്. മോള് വല്ലാണ്ട് ഡയലോഗ് അടിക്കണ്ട. ഷർട്ടിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഇന്നലെ അത് ചോദിക്കാൻ പറ്റിയ മൂഡല്ലായിരുന്നു. ഇനി ഞാൻ അത് മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. സോദി പോയാലും പോകില്ല. നിന്റെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം. ദേവ് വാസിയോടെയും പുച്ഛത്തോടെയും പറഞ്ഞു. നന്ദ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന നിലക്ക് ദേവിനെ ദയനീയമായി നോക്കി. പ്ലീസ്, അങ്ങനെയൊന്നും പറയല്ലേ. തൻ്റെ ഷർട്ട് എൻ്റെ കയ്യിലില്ല. ഇവിടെ ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിലില്ലേ? അവിടെ നിന്ന് എടുത്തു തരണം. അതെങ്ങനെ തരാൻ പറ്റില്ല? അതെന്താ പറ്റാത്തേ? നന്ദ അന്ന് നടന്നതെല്ലാം അവനോട് പറഞ്ഞു. അവൻ്റെ മറുപടിക്കായി അക്ഷമയോടെ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എൻ്റെ ഷർട്ട് നീ നിൻ്റെ ഇഷ്ടത്തിന് നിൻ്റെ കാശിന് കൊടുത്തൂല്ലേ? സാരല്ല, പോട്ടെ. ദേവ് പറയുന്നത് കേട്ട് നന്ദ ആശ്വാസത്തോടെ തലയാട്ടി. അതിന് പകരം നീ എനിക്ക് ഒരു ഷർട്ട് വാങ്ങി തന്നാൽ മതി. ദേവ് പറയുന്നത് കേട്ട് നന്ദ ദേവിനെ കണ്ണും വീഴ്ച നോക്കി. ഒരു ഷർട്ടിൻ്റെ പകരം 100 മേടിക്കാൻ കഴിയും. എന്നിട്ടാണ് എന്നെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കണേ. നന്ദ ദേവനെ നോക്കി ആത്മഗതിച്ചു. ആർക്ക് വേണം തൻ്റെ ഷർട്ട്? ഞാൻ അത് നാളെ തന്നെ തിരിച്ചു തരാം. ദേവിനെ നോക്കി പുച്ഛിച്ച് ഗമയിൽ പറഞ്ഞു. ഓ, നീ അത്രക്കായോ? ഒന്ന് താഴ്ന്നു തന്നപ്പോഴേക്കും തലയിൽ കയറുകയാണല്ലേ. ഇതിൻ്റെ മറുപടി മോൾക്ക് ഞാൻ തരാട്ടോ. ദേവ് അവളുടെ മറുപടി ഇഷ്ടപ്പെടാതെ മനസ്സിൽ പറഞ്ഞു. നന്ദയ്ക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണോ? ഇന്നലെ എനിക്ക് വേണ്ടാത്തതൊന്ന് മോൾ എനിക്ക് തന്നിട്ടുണ്ട്, ഓർമ്മയില്ലേ? നന്ദ എന്തെന്നർത്ഥത്തിൽ ദേവിനെ ഒന്ന് നോക്കി. ദേവി വിജയഭാവത്തിൽ അവളെ നോക്കി അവൻ്റെ കഴുത്തിന് ഒന്ന് നന്ദയുടെ ചുണ്ട് തട്ടിയ ഭാഗത്ത് വിരൽ വെച്ച് തഴുകി. ദേ ഇവിടെ, അത് ചേട്ടനും വേണ്ട. ഇല്ലാത്ത നിഷ്കളങ്കത എല്ലാം മുഖത്ത് വരുത്തി ദേവ് പറയുന്നത് കേട്ടതും നന്ദ വെട്ടി വിയർത്ത് ദേവിനെ മീച്ചു നോക്കി. നന്ദ, നീ എന്താ ബാത്റൂമിൽ തപസ്സിരിക്കുകയാണോ? ഒന്ന് വേഗം ഇറങ്ങി വാ, ഇല്ലെങ്കിൽ ഞാൻ പോകുകയാണ്. നീ കുളി കഴിഞ്ഞ് വേഗം വാ. എന്നെ അമ്മ വിളിക്കുന്നുണ്ട്. ഏട്ടൻ ഇന്നലെ വന്നിട്ടില്ല. ആദിയേട്ടനെ വിളിച്ച് ചോദിക്കാനാകും. നന്ദയെ കാണാത്തത് കൊണ്ട് ബാത്റൂമിൻ്റെ അടുത്ത് വന്ന് സോദി പറഞ്ഞു. അവളുടെ സംസാരം കേട്ടതും 2 സ്വിച്ച് ഇട്ട പോലെ സംസാരം നിർത്തി. അയ്യോ ഡി, അവളോട് പോകാൻ പറ. സോദി പറയുന്നത് കേട്ടതും ദേവ് തലയിൽ കൈവച്ച് കൊണ്ട് നന്ദയോട് പറഞ്ഞു. അവന് അറിയാനായിരിക്കും. ആദിയെ വിളിച്ച് ചോദിച്ചാൽ അവൻ ഇന്നലെ വീട്ടിലേക്ക് പോയി എന്ന് പറയും. അവസാനം പട ഇളക്കി ഇങ്ങോട്ടെത്തും. അതിനു മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം സോദിയെ പറഞ്ഞു വിടണം. ആ, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ദേവ് പറഞ്ഞതനുസരിച്ച് നന്ദ പറഞ്ഞു. വേഗം വാ. സോദി അതും പറഞ്ഞു പോയി. അവൾ പോയി എന്ന് ഉറപ്പുവരുത്തി 2 പേരും നീട്ടി ശ്വാസം വലിച്ചു. ദേവ് ഒട്ടും സമയം കളയാതെ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. നന്ദയും ദേവും പോകുന്നത് കണ്ടതും നന്ദക്ക് വീണ്ടും ആശ്വാസമായി. എന്നാൽ അത് വേഗം ഇല്ലാണ്ടാവുകയും ചെയ്തു. പോകാൻ നിന്ന ദേവിൻ്റെ വിളി തന്നെയാണ് കാരണം. നന്ദ നേരത്തെ അവൻ പറഞ്ഞതെല്ലാം ഓർത്ത് ടെൻഷനോടെ അവനെ നോക്കി. ഷർട്ട് റെഡിയാക്കി വെച്ചോ? നീ തന്ന കിസ്സും അപ്പോൾ ഞാൻ തിരിച്ചു തരണ്ട്. നന്ദയോട് അതും പറഞ്ഞ് അവൾ കാണാതെ നിറഞ്ഞ പുഞ്ചിരി. ദേവ് അവിടെ നിന്ന് പോയി. പട്ടി. നന്ദ അവൻ പോകുന്നത് നോക്കി
ഉറഞ്ഞു തുള്ളി. ദേവ് ഔട്ട് ഹൗസിൽ നിന്നും ഇറങ്ങി പൂൾ സൈഡിലേക്ക് പോയി. അതിൻ്റെ അടുത്തായിരുന്നു ദേവിൻ്റെ റൂമിൻ്റെ ബാൽക്കണി. ദേവ് പൂൾ സൈഡിൽ വെച്ചിരിക്കുന്ന കോണി എടുത്ത് ബാൽക്കണിയുടെ കൈവരിയിൽ ചാരി നിർത്തി അതുവഴി റൂമിലേക്ക് കയറി. വേഗം ഒരു ട്രാക്ക് സൂട്ടും ടീഷർട്ടും ഇട്ട് അതുവഴി തന്നെ താഴേക്ക് ഇറങ്ങി. പൂളിൽ നിന്നും അല്പം വെള്ളം മുഖത്തും ഡ്രസ്സിലും കുടഞ്ഞു. ഇതേ സമയം ആദിക്ക് കോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു സ്വാതി ലക്ഷ്മിയും. ഈ ആദിയേട്ടൻ ഫോൺ എന്താ എടുക്കാത്തെ? സ്വാതി ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ആദിയാണെങ്കിൽ ഫോൺ അടിക്കുന്നത് പോയിട്ട് നേരം വെളുത്തത് പോലും അറിയാതെ ഉറങ്ങാണ് അവൻ്റെ വീട്ടിൽ. ആരെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ ഹാളിലേക്ക് പുറത്തു നിന്നും കയറി വന്നുകൊണ്ട് ദേവ് ചോദിച്ചു. ലക്ഷ്മിയും സ്വാതിയും അങ്ങോട്ടേക്ക് നോക്കി. ദേവനെ കണ്ടതും രണ്ടാളുടെയും മുഖത്ത് സംശയം. നീ ഇത് എവിടുന്നാ വരുന്നത്? ലക്ഷ്മി ഗൗരവത്തിൽ ചോദിച്ചു. അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ എന്നും ജോഗിങ്ങിന് പോവാറുള്ളതല്ലേ. എന്നു മുതൽ? സ്വാതി പുരികക്കൊടികൾ ചുളിച്ചു. അതിന് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എണീക്കണം. ഹോ, നല്ല ക്ഷീണം. അമ്മ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ദേവ് അതും പറഞ്ഞ് വേഗം തടി തപ്പാൻ നോക്കി. ദേവ് അവിടെ നിന്നേ. സ്റ്റെയർ കയറാൻ നിന്നതും പുറകിൽ നിന്നും ലക്ഷ്മിയുടെ വിളി വന്നു. ദേവ് ഒറ്റ കണ്ണിറുക്കി പല്ല് കടിച്ച് മുഖത്തൊരു കൃത്രിമ ചിരിയും വരുത്തി തിരിഞ്ഞു നിന്നു. എന്താ അമ്മ? നീ ഇന്നലെ എപ്പോഴാ വന്നത്? എങ്ങനെയാ വീടിൻ്റെ അകത്ത് കയറിയത്? ആ, അത് ഞാൻ നിങ്ങൾ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ വന്നല്ലോ. സ്വാതിയാ എനിക്ക് ഡോർ തുറന്നു തന്നത്. ഞാനോ? എപ്പോ? ഈ ഏട്ടൻ കള്ളം പറയാണ്. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അമ്മ തന്നെ എന്നെ നോക്കിയേ. ഞാൻ ഇന്നലെ രാത്രി വന്നില്ലെങ്കിൽ ഈ ഡ്രസ്സ് ആണോ ഇട്ടിട്ടുണ്ടാകുക? അത് ശരിയാണല്ലോ. ഹാ, അവൾ ഉറക്കപ്പിച്ചിൽ വന്ന് ഡോർ തുറന്നു തന്നതാകും ഓർക്കാത്തെ. ഏട്ടൻ അടവ് ഇറക്കാണ് അമ്മ. പോടി, ഞാൻ സത്യമാ പറഞ്ഞത്. അല്ലാതെ ഞാൻ എവിടെ കിടക്കാനാ? സാരല്ല, നീ അവൾ പറയുന്നത് കാര്യമാക്കേണ്ട. മോൻ ചെന്ന് കുളിച്ചു വാ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ദേവ് സമ്മതം മൂളി സ്വാതിക്ക് ഇട്ട് ചുമ്മാ ഒരു തട്ടും കൊടുത്തു. സ്റ്റെയർ കയറിപ്പോയി. സ്വാതി കൂർപ്പിച്ച് അവൻ പോകുന്നത് നോക്കി നിന്നു. അമ്മ, ഏട്ടന് ഞാൻ ഇന്നലെ ഡോറ് തുറന്നു കൊടുത്തില്ല. സ്വാതി ചിണുങ്ങി. നീ അത് വിട്, നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാകും. ലക്ഷ്മി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. സ്വാതി അവൾ എപ്പോഴാ ഡോറ് തുറന്നു കൊടുത്തതെന്ന് ചിന്തിച്ച് ലിവിംഗ് റൂമിൽ സോഫയിലിരുന്നു. അപ്പോഴാണ് ചുരിദാറിൻ്റെ ഷാൾ വിരൽ കൊണ്ട് ഞെരിഞ്ഞ് ടെൻഷനോടെ നന്ദ അകത്തേക്ക് വന്നത്. അവിടെ മനസ്സ് മുഴുവൻ നേരത്തെ ദേവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു. അതാണ് ടെൻഷന് കാരണം. ഹാ, നീ വന്നോ? നന്ദയെ കണ്ടതും സ്വാതി ചിന്തകളൊക്കെ അവസാനിപ്പിച്ചു അവളോട് ചോദിച്ചു. നന്ദ ഒന്ന് ചിരിച്ചു കൊടുത്തു. നീ ഏട്ടനോട് അന്ന് നടന്ന പറഞ്ഞോ? ഹാ. എന്നിട്ട് എന്താ ഏട്ടൻ പറഞ്ഞേ? സ്വാതി ആകാംക്ഷയോടെ ചോദിച്ചു. പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. കണ്ടോ, എൻ്റെ ഏട്ടന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. സ്വാതി പറയുന്നത് കേട്ടതും നന്ദ അവളെ കൂർപ്പിച്ചു നോക്കി. ഒലക്കിയാണ്. നന്ദ ആത്മഗതിച്ചു. എന്താടി ഇങ്ങനെ നോക്കുന്നത്? നിന്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തെ? എങ്ങനെ സന്തോഷിക്കാനാ? ഷർട്ട് കൊടുത്താൽ അങ്ങേരി എനിക്ക് കിസ്സും തരും എന്ന് പറഞ്ഞല്ലേ പോയത് കാലമാടൻ. നന്ദ വീണ്ടും മനസ്സിൽ ദേവിനെ സ്മരിച്ച് പ്രാഗി. അതൊന്നുമില്ല. എവിടെ ലക്ഷ്മി അമ്മ? അടുക്കളയിലുണ്ട്. ആണോ? എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. നന്ദ അതും പറഞ്ഞ് സ്വാതിയെയും കൂട്ടി ലക്ഷ്മി അമ്മക്ക് അടുത്തേക്ക് പോയി. എടി കള്ളി, നീ എന്തൊക്കെയാ ന്യായം പറഞ്ഞാലും എന്നോട് ചോദിക്കാതെ എൻ്റെ കവർ എടുത്തത് ശരിയല്ല. അതുകൊണ്ട് മോള് കുറച്ച് വെള്ളം കുടിക്ക്. നീയും ഇപ്പോൾ ഈ ഇടയായി എന്നെ കുറച്ച് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ ആർക്കു വേണ്ടിയാണോ കാത്തിരുന്നത് അത് നീയാണെന്ന് മനസ്സ് 100 ആവർത്തി പറയുന്നുണ്ട് നീ അരികിൽ നിൽക്കുമ്പോൾ. എങ്കിലും അങ്ങനെ ഒരു പെണ്ണിനു മുന്നിലും ഇനി ദേവ് മഹേശ്വർ തല കുനിക്കില്ല. ആർക്കറിയാം, നിന്റെ ഉള്ളിലെ പ്രണയം ഉണ്ടാവില്ലെന്ന്. മനസ്സ് പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. ദേവ് സ്വയം കണ്ണാടിയിൽ നോക്കി പറഞ്ഞു. ഇത്രയൊക്കെ അവൻ്റെ ഉള്ളിൽ വിടർന്നു കൊണ്ടിരിക്കുന്ന പ്രണയം അവനെ നന്ദനക്ക് അരികിലെത്തിക്കാൻ ശ്രമിക്കുന്നോ? അപ്പോഴെല്ലാം സ്വയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ അവനിലെ പ്രണയത്തിന് നേരെ കണ്ണടക്കുകയാണ് ദേവ്. വീണ്ടും ഒരു ചതി, അതുമാത്രമാണ് അവൻ കാണുന്നത്. അതിനപ്പുറം പൂത്തലയാൻ കൊതിക്കുന്ന പ്രണയത്തെ കാണാൻ ശ്രമിക്കാതെ പഴയതെല്ലാം അയവിറക്കുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ തന്നെ ദേവ് കാണുന്നത്
ലക്ഷ്മി അമ്മയ്ക്കൊപ്പം ഭക്ഷണം ടേബിളിൽ നിരത്തി വെക്കാൻ സഹായിക്കുന്ന നന്ദയെയാണ്. സ്വാതിയും ആനന്ദും ആദ്യം സീറ്റ് പിടിച്ചിട്ടുണ്ട്. മഹേശ്വർ നന്ദയെയും ലക്ഷ്മിയെയും നോക്കി നിറഞ്ഞ പുഞ്ചിരിച്ച് ഇരിക്കുകയാണ്. ദേവിനും നന്ദയും ഓരോ സ്വഭാവം കാണുമ്പോൾ അത്ഭുതം തോന്നി. വീണ്ടും നന്ദ വ്യത്യസ്തയാകുന്നുവോ? ലക്ഷ്മി അമ്മ ഇവിടെ ഇരിക്ക്. എന്നും എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നത് ലക്ഷ്മി അമ്മയല്ലേ? ഇന്ന് ഞാൻ ചെയ്യാം. ലക്ഷ്മി അമ്മയ്ക്കും വേണ്ടേ റെസ്റ്റ്? ലക്ഷ്മി അമ്മയെ കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ട് നന്ദ പറഞ്ഞു. അതാണ്, കണ്ടുപഠിക്കേടി. നീ പോടാ. സ്വാതിയെ കളിയാക്കിക്കൊണ്ട് ആനന്ദ് പറഞ്ഞതും സ്വാതി അവനെ പുച്ഛിച്ച് മുഖം തിരിച്ചു. ഞാൻ ഇരിക്കാം മോളെ. ഇതൊക്കെ അമ്മയ്ക്ക് ശീലമായതാ. മോള് ഇരിക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ലക്ഷ്മി അമ്മ ഇരിക്ക്. ഇരിക്കാൻ പറ മാഹിയച്ച. അവരെ രണ്ടുപേരും നോക്കിക്കൊണ്ട് ഇരിക്കുന്ന മഹേശ്വരനെ നോക്കി നന്ദ പറഞ്ഞു. മഹേശ്വർ കണ്ണുകൊണ്ട് ലക്ഷ്മിയോട് ഇരിക്കാൻ പറഞ്ഞു. ലക്ഷ്മി മോളെ ആഗ്രഹമല്ലേ? ലക്ഷ്മി സമ്മതം മൂളി അവിടെ ഇരുന്നു. നന്ദ ഓരോരുത്തർക്കും ഭക്ഷണം എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അല്ല ഏട്ടൻ, ഇത് എന്തു നോക്കി നിൽക്കുക? നന്ദയെ ആദ്യമായിട്ട് കാണുന്നത് പോലെ. പെട്ടെന്ന് ആനന്ദിൽ നിന്നും വന്ന ചോദ്യം. ദേവ് ഒന്ന് ചമ്മി, പക്ഷെ പുറത്ത് കാണിച്ചില്ല. ഓ, ആര് അവളെ നോക്കി? ഞാൻ സ്റ്റെയർ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരെയും നോക്കിയതാണ്. ദേവ് നന്ദയെ നോക്കി പുച്ഛിച്ച് ആരെയും ശ്രദ്ധിക്കാതെ പോയി ചെയറിലിരുന്നു. നന്ദ ആരും കാണാതെ കാലമാടൻ എന്ന് അവനെ നോക്കി പതുക്കെ പറഞ്ഞു. ഇനി മോളിരിക്ക്. ലക്ഷ്മി എണീറ്റ് അവളെ ദേവന്റെ അടുത്ത് ഇരുത്തി സ്വന്തം സ്ഥലത്തിരുന്ന്. അച്ഛാ, ദേ എൻ്റെ കഴുത്തിൽ ഇവിടെ നല്ല തണുപ്പ്. എന്തോ ഒരു ചുവന്ന സാധനം തട്ടിയിട്ട മുതലാ. അപ്പോൾ മേലിൽ കൂടി ഒരു തരിപ്പ് കയറി പോകുന്നത് പോലെ തോന്നി. ഇനി ആ സാധനം തട്ടി അലർജിയോ മറ്റോ ആയതാണോ? ദേവ് വീണ്ടും നന്ദയെ ഉന്നം വെച്ച് പറഞ്ഞു. നന്ദ ആകെ വിളറി വെളുത്തു. വായിൽ വെച്ചിരുന്ന ഇഡ്ഡലി നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി. മോളെ വെള്ളം കുടിക്ക്, ലക്ഷ്മിയും മഹേശ്വറും പറഞ്ഞു. അയ്യോ, എന്തു പറ്റി? ദേ വെള്ളം കുടിക്ക്. ദേവ് തന്നെ മുന്നിട്ട് അവൻ്റെ ജ്യൂസ് എടുത്ത് നന്ദയുടെ ചുണ്ടോട് ചേർത്തു. നന്ദ അത് വേഗം വാങ്ങി 2 മുറുക്ക് കുടിച്ചു. അവനെ ഇടം കണ്ണിട്ട് നോക്കി. ദേവ് നന്ദയുടെ കുസൃതി നിറഞ്ഞ മുഖം കണ്ട് ഉള്ളാലെ ചിരിച്ചു. വീണ്ടും മഹേശ്വരന് നേരെ തിരിഞ്ഞു. അച്ഛ ഒന്നും പറഞ്ഞില്ല. എന്ത് സാധന തട്ടിയേ? അതോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് ചെറി? ദേവ് പറയുന്നത് കേട്ട് നന്ദ ശ്വാസം വിലങ്ങിക്കും പോലെ തോന്നി. ചുണ്ട് വായക്കകത്ത് കടിച്ചു പിടിച്ചു. പോടാ, നിന്റെ ഒരു തമാശ. ഞാൻ കാര്യമായിട്ട് എന്തോ പറയുന്നതാകും എന്ന് കരുതി. മഹേശ്വർ ദേവിനെ നോക്കി പറഞ്ഞു എണീറ്റു. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. എനിക്ക് നിൽക്കാൻ സമയമില്ല. നിനക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? എപ്പോഴാ പോകുന്നത്? ഇപ്പോൾ ഇറങ്ങും. ഗുഡ്. നന്നായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. മഹേശ്വർ ഒന്ന് ചിരിച്ച് കൈ കഴുകാൻ പോയി. ലക്ഷ്മിയും കഴിച്ചു കഴിഞ്ഞു എണീറ്റു. അപ്പോഴാണ് ദേവ് മുന്നിൽ ഇരുന്ന് 2 എന്തൊക്കെയോ പതുക്കെ പറയുന്നത് കാണുന്നത്. എന്താടാ രണ്ടാളും ഇരുന്ന് കുസുകുസുക്കുന്നത്? അല്ലേട്ടാ, ഈ ചെറി എങ്ങനെയാ കഴുത്തിൽ തട്ടിയേ? അത് എവിടുന്നേലും വന്ന് ഏട്ടൻ്റെ മേലിൽ വീണതാണോ? പക്ഷേ അതെങ്ങനെയാ ഏട്ടൻ്റെ മേലിലേക്ക് തന്നെ വീണത്? ആനന്ദിൻ്റെ സംശയം കേട്ടതും നന്ദക്കുള്ള അടുത്തതായി എന്ന് മനസ്സിൽ പറഞ്ഞ് ആനന്ദിൻ്റെ ചോദ്യം കേട്ട് ഇത് തനിക്കുള്ള അടുത്തതാകും എന്ന് മനസ്സിലാക്കി എണീക്കാൻ നിന്ന നന്ദയുടെ കൈ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. നന്ദ കെറുവിച്ച് അവനെ നോക്കി വേറെ വഴിയില്ലാതെ അവിടെ തന്നെ ഇരുന്നു. ആ, അത് എൻ്റെ മേലിലല്ലേ? ദേ ഇവിടെയാ വീണത്. നല്ല സോഫ്റ്റ് റെഡ് ചെറി. എന്ത് ഫീലായിരുന്നെന്നോ? അയ്യോ, കാലമാടൻ എന്തൊക്കെയായി പറയണേ? നന്ദ മനസ്സിൽ പറഞ്ഞ് ദേവിനെ കൊല്ലാനുള്ള പോലെ നോക്കി. ദേവ് അതെല്ലാം ആസ്വദിച്ച് ചൊറിയുടെ കഥ പറയാണ്. അല്ലേട്ടാ, ഏട്ടൻ എന്തൊക്കെ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ചൊറി തട്ടിയ സ്ഥലത്ത് തണുപ്പോ? എനിക്ക് ഏട്ടൻ്റെ ചൊറി കേട്ടിട്ട് ആകെ മൊത്തം പുകയാണ്. ഞാൻ പോകുകയാണ്. നന്ദ, നിന്റെ കഴിച്ച് കഴിഞ്ഞിട്ട് ഹാളിലേക്ക് വാ. ഏട്ടൻ പോകുന്നതിന് മുന്നേ വാട്ടോ. നിന്നോടും കൂടിയാ? ആനന്ദിനെയും തട്ടി സ്വാതി പറഞ്ഞു. എന്തിനാ? എനിക്ക് പോകാൻ ലേറ്റ് ആകും. ഇല്ല ഏട്ടാ, നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ? അതിന് അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യാനാ. വേഗം വാ. എന്നാ നീ ചെല്ല്, ഞാൻ ഇപ്പോൾ വരാം. നന്ദ, നീയും വാട്ടോ. നന്ദ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആനന്ദവും കഴിച്ചു എഴുന്നേറ്റു. എല്ലാവരും പോയതും നന്ദ ദേവിൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ ശക്തിയായി വലിച്ചു.
ദേവ് വലിയ മൽപ്പിടുത്തം നടത്താതെ അവളുടെ കൈകൾ മോചിപ്പിച്ചു. അവളെ ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തി നിൽക്കുന്നവനെ കാണെ നന്ദയ്ക്ക് കലി കയറി. "ഡോ, താൻ എന്ത് ധൈര്യത്തിലാ എൻ്റെ കയ്യിൽ കയറി പിടിച്ച്? " ദേവ് അങ്ങനെ ഒരാൾ അവിടെ നിന്ന് സംസാരിക്കുന്നില്ല എന്ന നിലക്ക് അതേ ഇരുത്തം തുടർന്നു. "ഡോ, എൻ്റെ കയ്യിൽ കയറി പിടിച്ചില്ലേ? ഇനി തനിക്ക് ഞാൻ ഷർട്ട് പോയിട്ട് ഒന്നും വാങ്ങിത്തരില്ല. " നന്ദ മനസ്സിൽ ഷർട്ട് തിരിച്ച് കൊടുത്താൽ അവൻ തിരിച്ച് തരുമെന്ന് പറഞ്ഞ കിസ് ഓർത്തുകൊണ്ട് പറഞ്ഞ് ചവിട്ടിത്തുള്ളി പോകാൻ നിന്നു. വീണ്ടും ദേവ് അവളെ പിടിച്ചു നിർത്തി. നന്ദ ഇനി എന്തെന്ന ഭാവത്തിൽ അവനെ തിരിഞ്ഞു നോക്കി. ദേവ് എണീറ്റ് അവൾക്ക് അഭിമുഖമായി നിന്നു. "നീ ഷർട്ട് തരും, ഇല്ലെങ്കിൽ ഞാൻ മേടിക്കും. എന്നിട്ട് ഞാനും തരും രാവിലെ പറഞ്ഞത്. ഇല്ലെങ്കിൽ ആ ചൊറി ദേ ഇതാണെന്നും ഞാൻ എല്ലാവരോടും പറയും. " ഒരു കള്ളച്ചിരിയും അവസാനം ഒറ്റക്കണ്ണിറുക്കി കുസൃതിയോടെ അവളുടെ ചുണ്ടുകളെ തൊട്ട് കാണിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. നന്ദ കണ്ണും മേയിച്ച് അവനെ നോക്കി. ദേവ് കൊട്ടിച്ചിരിച്ച് കൈ കഴുകാൻ പോയി. നന്ദ ശീല പോലെ അവിടെ തന്നെ നിന്നു.